നമ്മൾ ഓൾറെഡി ജനിച്ചപ്പോഴേ സൗന്ദര്യമുള്ളതുകൊണ്ട് ഇതാണ് നാച്ചുറൽ ബ്യൂട്ടീസിന്റെ അപ്പോ തള്ളി മാറി തന്നെ. ഹായ്, അപ്പോ ഇന്നൊരു ഉദ്ഘാടന പരിപാടിക്ക് പോക്കാന്ന്. ഒരു രാവിലെയാണ് കേട്ടാ കടലതാ എണീച്ചിട്ട് നിധുണ്ട്. നിധു ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് പങ്കെടുക്കലാ. അപ്പൊ അവിടെ നിധുവിനെയും കൂടി കൂട്ടി ഒരു ബ്യൂട്ടി ക്ലിനിക്കാണ്, ഒരു സലൂണിന്റെ ചൊവ്വക്കാണ് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കലാണ്. ഏകദേശം 8 മണി. മേയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് 9 മണിക്കാണ് ഇനാഗുറേഷൻ പാർട്ടിയുള്ളത്. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉദ്ഘാടന പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയിലാണ്. ഞാൻ ബസ് എടുത്തിട്ടാ ഞാൻ ഇട്ടുകൊടുത്തെ. ചായ ചെറുങ്ങനെയൊന്നും വീട്ടിൽ കുടിച്ചില്ല നമ്മള്. ചെറുതായിട്ട് 2 ദോശയും അച്ഛൻ്റെ അമ്മേന്റെ അടിപൊളി തക്കാളി കറിയും. അടിപൊളി പേട് പ്രൊമോഷനാണ്. അമ്മേന്റെ തക്കാളി കറിയും ദോശ. അപ്പോ നമ്മളിപ്പോ ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ ചൊവ്വയെത്തി. ഇത് വാരം വലിയന്നൂർ ചാലോടേക്കല്ല 3 റോഡാണിത്. അപ്പോൾ അതിൻ്റെ രണ്ടിന് ചൊവ്വക്ക് എത്തണ്ട കുറച്ച് ഇപ്പുറത്ത്, ചൊവ്വക്കുന്ന 2ാമത്തെ സ്റ്റോപ്പ് ഇപ്പുറം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ അവിടെ തന്നെയാണ് ഉള്ളത്. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പൊതുവേ നമുക്ക് പാർക്കിംഗ് ആണ്. വണ്ടി എടുത്ത് വന്നു കഴിഞ്ഞാൽ ടൗണിലെല്ലാം വണ്ടി മേടിയും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അത് സാധാരണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലും ഒന്ന് ഏച്ചിയോട് ചോദിക്കാം. മൈ ക്വീൻസ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ജെൻസിനും ലേഡീസ് ഫാമിലിയാണ്. അപ്പോൾ ഓക്കെ, നേഴ്സുമാരെല്ലാം കൂടി മുഖത്ത് പണിയെടുക്കലാണ്. ചെണ്ടക്കാരുണ്ട്. നിങ്ങൾ ഒരേ പ്രവാസിയാണ്. അല്ല, ഇവർ പ്രവാസിയായിരുന്നു, ഇവരിപ്പോൾ പ്രവാസിയാകും. അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തോ സ്ഥലങ്ങളെല്ലാം സംസാരിക്കും. നമ്മളതിൽ ഇടപെടുന്നത് ശരിയല്ല, നമുക്കറിയില്ലല്ലോ. ബൈ. ഇവരിവിടുത്തെ സ്റ്റാഫ്. നിങ്ങൾ രണ്ടാളും ഇവിടുത്തെ സ്റ്റാഫാണ്. പേര് ചേച്ചിൻ്റെ പേര്? അനു. സുപ്രജ. ബൈ. മദൻ. മാസ്ക് ആയിക്കൂല. നെയ്. അപ്പോ ഇതാണ് നമ്മളെ ബ്യൂട്ടി പാർലറിന്റെ ഓണർ. പേര് ശ്രുതി. ഹലോ, പറഞ്ഞോ. ടെൻഷനിലുള്ള ഉദ്ഘാടനം. അതെ അതെ. ഇതിവിടെ മേലച്ചോവക്കാ വരുന്നത്. മേലച്ചോവക്കെന്ന് വാരം റോഡ്. ഇവിടെ ഇതൊരു ബ്യൂട്ടി സലൂണ് മാത്രല്ല, ഒരു ക്ലിനിക്കും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്റെ ഒരു പുതിയ ഇതാണ്. ഇപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സ് അത് കഴിഞ്ഞു, എസ്തെറ്റിക് അതൊക്കെ ഇതായി. അപ്പൊ ഇവിടെ മെയിൻ ഇതെന്താന്ന് വെച്ചാല് സലൂണിലുള്ള ഫെസിലിറ്റീസിനും ഉണ്ട്, പിന്നെ ഒരു ക്ലിനിക്കിലുള്ള എല്ലാ ഇതും ഉണ്ട്. മൈക്രോ ബ്ലാഡിങ് ഉണ്ട്, ഷെയ്ഡിങ് ഉണ്ട്, ലിപ്പിന്റെ ഉണ്ട്, ടാറ്റു റിമൂവൽ ഉണ്ട്, കാർബൺ ലേസർ ഉണ്ട്. പിന്നെ ഇത് ഫാമിലി സലൂണാണ്. ഒരു ഫാമിലിയിലെ എല്ലാവർക്കും വരാം. ഹസ്ബൻഡിനും വൈഫിനും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ഒരുമിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പോകാം. എന്തായാലും ഇവിടെ വന്നാൽ ഹാപ്പി ആയിരിക്കും, അത് ഉറപ്പുവരാം. എന്തെല്ലാം ഉള്ളത് നമ്മുടെ ഇത് ഇപ്പം സ്റ്റാർട്ടിങ് ആയത് കാരണം ഇനോഗ്രേഷന്റെ ഒരു 10 ദിവസം ഓഫർ ഉണ്ട്. 30 തീയതി വരെ. ഈ മാർച്ച് എൻഡിങ് വരെ ഓഫർ ഉണ്ട്. മാർച്ച് എൻഡിങ് വരെ ഓഫർ ഉണ്ട്. അപ്പൊ ഇതിൽ ഓഫർ പാക്കേജ് ആണ്. അപ്പൊ ബുക്ക് ചെയ്താലും മതി. ഓക്കെ, വിളിച്ചിട്ട് നിങ്ങളെ കോൺടാക്റ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇത് കൊടുക്കാം. അപ്പോൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വിളിച്ചിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.
ചേച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരു വേണ്ട രീതിയിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന പറഞ്ഞാൽ കുറച്ച് എന്തൊക്കെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അവർക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇവിടെ വന്നാൽ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അത് മതി, ഹാപ്പി ആക്കി എല്ലാവരും. അപ്പൊ സൗണ്ട് എങ്ങനെയാ കിട്ടുന്നതെന്ന് അറിയില്ല, എല്ലാവരും ഉദ്ഘാടനം ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ. ആ, അപ്പോ എല്ലാം നന്നായി വരട്ടെ, അടിപൊളിയാകട്ടെ. ഒരുപാട് ഷോപ്പുകൾ ഇനിയും തുറക്കാൻ പറ്റട്ടെ, ആശംസകൾ. ഇതെല്ലാം മുടിയെല്ലാം കഴുകുന്നത് അല്ലേ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഇത് മസാജിങ് ഉണ്ട്, മൈക്രോബ്ലേഡിംഗ് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ജെൻസിന്റെ ഉണ്ടല്ലോ, ഓരോ സെക്ഷൻ ആയിട്ടുള്ളത്. ആ ശരി ശരി. ഞാൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യാത്തോണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഹൈഡ്രാ ഫേഷ്യൽ ഉണ്ട്, അതിനും ഓഫർ ഉണ്ട്. പിന്നെ കാർബൺ ലേസർ, ടാറ്റു റിമൂവൽ. ടാറ്റു അടിക്കുന്നില്ല, ടാറ്റു റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ധൈര്യമായിട്ട് ടാറ്റു അടിക്കാം. ഞാനിത് പേടിച്ചോണ്ടാണ് ടാറ്റു അടിച്ചിട്ട് വെറുതെ കളയാന്ന് വെച്ചിട്ട്. ലിപ്പിന്റെ ചെയ്യുന്നുണ്ട്. ഇപ്പം കറുത്ത ചുണ്ടല്ലുണ്ട്. ഡാക്ടേഴ്സ് എല്ലാം ഇതാക്കുന്നല്ലേ. ഇപ്പൊ പിന്നെ എല്ലാം ചെയ്യുന്നുണ്ടല്ലേ. ഒരു ദിവസം ഞാൻ അതിനായിട്ട് ഇറങ്ങാം, സുന്ദരനാകാൻ വേണ്ടിട്ട് ഒരു ദിവസമായിട്ട് ഇറങ്ങാം. അനിയത്തിയുടെ ഹസ്ബൻഡ് അല്ലേ. അപ്പോ ഇവരെ ഫുൾ ഫാമിലി ഉണ്ട്. ഇവിടെ ലൈറ്റ് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, അപ്പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട്. അനിയൻ അല്ലേ, പേര് സായുജ്. ഇത് അനിയത്തി, പേര് ശ്വേത. ആ ഓക്കെ, സ്നേഹ. ഇവർക്കൊരു ചാനലുണ്ട് കേട്ടോ. ചാനലിന്റെ വരുന്നതിനും യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശ്വേത അബി. ഇതൊരു ഫാമിലി ചാനലാണ്. ഇത് അമ്മയാണ് എന്നെ വിളിക്കുന്നത്. അമ്മേന്റെ പേര് അജിത. ഓക്കെ, അപ്പോ സ്കൂളിൽ പോയിട്ട് പരീക്ഷക്ക് പോയിട്ടാണുള്ളത്. അപ്പൊ ഇനി എന്തായാലും ഓള് വന്നിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ. പിരിവെടുക്കല. ജെൻസിന്റെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ചെയ്യണം. നമുക്കൊരു ദിവസം വരാം. ഇതും നീ പോകാനിടക്ക് വരാം ഒരു ദിവസം. എനിക്ക് മുറിക്കണ്ടേ മൊത്തം ഫുള്ള് നിന്നെ കുട്ടപ്പനാക്കിട്ട് വിടാം. നിന്റെ സൗന്ദര്യമെല്ലാം നാട്ടിൽ പോയി പോയല്ലോടാന്നറിയും. ഇവര് ഫിലിപ്പീൻസ് എല്ലാം ഭയങ്കര ബ്യൂട്ടി അല്ലേ. നിന്നെ ഇപ്പൊ ഫുള്ള് നിന്റെ മേക്ക് ഓവറെല്ലാം ഓളല്ലേ നോക്കുന്നാവാ കുറച്ച്. പൊട്ടിയിട്ട് കണ്ടില്ലേ. അപ്പോ ഫാമിലി ആയിട്ട് വന്നാല് ജെൻസിന് ഇവിടെ പണി നടക്കുമ്പോ ലേഡീസിന് ആട നടക്കും. വേഗം അല്ല വേഗം ഒരു വണ്ടിക്ക് തന്നെ അധികം കാത്തുകാരൻ നിൽക്കണ്ട, വേഗം പരിപാടി എടുത്തിട്ട് പോവാ. ഒരു ഹൈഡ്രാ ഫേഷ്യലിന്റെ മെഷീനും കാര്യങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഇത് എന്തെല്ലാം ചെയ്യുന്നതാണെന്നുള്ളത്. ഇത് കാർബൺ അല്ലേ. ഓക്കെ, നമ്മൾ ആ ഫേസിൽ മറ്റേ ഇത് വെച്ചിട്ട് ചെയ്യുന്നത് അല്ലേ. ജെൻസ് ഇതാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള പരിചയം ഫേസിലല്ലേ. അതന്നെ കറുത്തതെല്ലാം നല്ല സുന്ദരന്മാരാവും. നമ്മളെല്ലാം സുന്ദരന്മാരാക്കണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും മിഷൻ തന്നെ പണിയെടുക്കണം കാര്യമായിട്ട്. അപ്പോൾ ഇവളാണ് ശ്രുതിയേച്ചിന്റെ മോള് അല്ലേ. പേരെന്തേനോ? ദയ. ഇവളെ കാത്തിട്ട് നമ്മൾ ഇത്രയും നേരം നിന്നേ. ഇവളെ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 3ാം ക്ലാസ്സിൽ. അപ്പോൾ ഓളെ കാത്തിട്ട് ഇത്രയും നേരം നിന്നേ. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നേ ഇത് വിടാ. ഓക്കെ, അപ്പോൾ പരീക്ഷയെല്ലാം അടിപൊളിയായിട്ട് എഴുതിയില്ലേ? അടിപൊളിയല്ലേ? കഴിഞ്ഞ ഇനി എത്ര എക്സാം ഉണ്ട്? 3 എക്സാം. ഓക്കെ, അപ്പോൾ ഇനി വെക്കേഷൻ, ഇനി ഇവരെ കളിയാണ്. എക്സാം വെക്കേഷൻ ആയി കഴിഞ്ഞാൽ കണ്ട് ഓള് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എന്ത് വിരോധം പിന്നെ. അപ്പോൾ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫാനിൻ്റെ സൗണ്ട് ആട്ടാ. നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര എക്കുമല്ല. നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ എത്തി, വീടിനടുത്തെത്തി. സൗണ്ട് എക്കോ നോക്കിയാ ബാസ. നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി കഴിച്ചല്ലേ. 9ാം മൈൽ ഒരു വനിതാ ഹോട്ടൽ പുതിയ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ കയറിയില്ല. അപ്പോൾ ഒന്ന് ഇങ്ങനെ കണ്ടിന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അത് കയറ്റി എന്തെങ്കിലും ഫുഡ് കഴിച്ചാ. എന്നിട്ട് അപ്പോൾ നല്ല ബിരിയാണിയാന്ന് പറഞ്ഞു ഷാലു.
ഒരു കാര്യം നമുക്ക് കുറച്ച് ചോറ് വന്നിട്ട് ഒരു സിംഗിൾ ബിരിയാണി പറഞ്ഞു നോക്കാം. ഓക്കെ, ചോറിൻ്റെ ഒപ്പം കപ്പയിലുണ്ട് കേട്ടോ. തൈര്, മീൻകറി, 9 മൈലാട്ടാ കഴിച്ചു, ഭക്ഷണം കഴിച്ചു. ചൂട് ഇതാണ് വനിതാ ഹോട്ടൽ. കുടുംബശ്രീ ഹോട്ടൽ എന്നാണ് പറഞ്ഞു പോയി. വനിതാ ഹോട്ടലാണ് കേട്ടോ. 9 മൈൽ, അട്ടയാറിനും പാണ്ടറോട്ടക്കും നടുവരും. അപ്പോൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിരിക്കും. ബിരിയാണി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നമ്മൾ ബിരിയാണി ഒരു സിംഗിൾ ബിരിയാണിയും കഴിച്ചിട്ടാ. ഒരു സിംഗിൾ ബിരിയാണിയും വാങ്ങി നോക്കി. ചോറ് നേരം തന്നെ എൻ്റെ ഓർഡർ അറിഞ്ഞിന്, നിന്റെ ഓർഡർ അറിഞ്ഞു. പിന്നെ വെറുതെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ഒന്നുണ്ട് നോക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ രാവിലെ പോയതാണ്, ഉച്ചയായി, ചോറും തിന്നു. ഇനിയോ നല്ലൊരു ബിരിയാണി അടിച്ചു. അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടി നാട്ടിലുണ്ടാവും. മാക്സിമം ഉള്ള ദിവസമെല്ലാം വീഡിയോൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. ഇനിയിപ്പോൾ ഇവനെ 3 കൊല്ലം കഴിഞ്ഞിട്ടോ 4 കൊല്ലം കഴിഞ്ഞാൽ വല്ല ഇവൻ നാട്ടിലേക്ക് വരില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉദ്ഘാടന പരിപാടി കാര്യങ്ങൾ എല്ലാം ഉള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രുതിയേച്ചിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. നോക്കിയും കണ്ടുമെല്ലാം ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി പാർലറിലും കാര്യങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് എനിക്ക് എന്നാണ് ഇതിനെ കുറിച്ചിട്ടുള്ളതെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ നമുക്കറിയില്ല എന്നാണ് ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ഓൾറെഡി ജനിച്ചപ്പോഴേ സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഇതാണ് നാച്ചുറൽ ബ്യൂട്ടീസിന്റെ അപ്പോ തള്ളി മതി തന്നെ. അപ്പൊ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചൊവ്വക്കാട് ഷോപ്പ് പോയിട്ട് നമ്മളെ പേര് പറഞ്ഞാൽ മതി. മാക്സിമം നോക്കിയിട്ട് അവർ ചെയ്തു തരും. റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തു തരുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ.